ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വലിയൊരു ഏരിയ ഒന്ന് ഷോർട്ട് ആക്കി നിങ്ങളോടൊന്ന് പറയട്ടെ. പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള, ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ നാഷണൽ മൂവ്മെന്റിന്റെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് കേരളത്തിനകത്തുള്ളത് അത് വളരെ ഷോർട്ട് ആക്കിയിട്ട് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മക്കളെ, നിങ്ങൾ നോക്കി, ഇതാ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കേരളത്തിനകത്ത് അന്ന് ഈ മലബാർ, അതേപോലെ തന്നെ കൊച്ചി, അതുപോലെ ട്രാവൻകൂർ, ഇങ്ങനെ മൂന്നായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മക്കളെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം നാഷണൽ മൂവ്മെന്റുകൾ. ഒന്ന് മലബാറിനകത്ത് ഉണ്ടായിരുന്നത് മലബാർ ഈ കലാപം 1921, അതുപോലെ പയ്യന്നൂർ സത്യാഗ്രഹം പ്രധാനമായിട്ട് 1930, 1942 കീഴൂർ ബോംബ് കേസ്. ഇതെല്ലാം മലബാറിൽ അന്ന് നടന്നിട്ടുള്ള നാഷണൽ മൂവ്മെന്റുകളാണ്. അടുത്ത നോക്ക് കൊച്ചിയിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി സമരവും അതുപോലെ തന്നെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ട്രാവൻകൂറിലാണ് മലയാളി മെമ്മോറിയൽ, അതുപോലെ തന്നെ ഇഴവ മെമ്മോറിയൽ, അതേപോലെ തന്നെ അബ്സ്റ്റേഷൻ മൂവ്മെന്റ്, നിവർത്തന പ്രക്ഷോഭം, അതേപോലെ ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ പുന്നപ്ര വയലാർസ്റ്റകൾ. ഇത്രയുമാണ് പ്രധാനമായും കേരളത്തിൽ നടന്നിട്ടുള്ള നാഷണൽ മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഇതിനകത്ത് ഏതാണ് എസ്എ വരിക എന്നുള്ളതല്ലേ? ആ എസ്എ നമ്മൾ ഇത് പറയുന്നുണ്ട് മക്കളെ. ഇന്ന് എവിടെ പറയുന്നുണ്ട് അറിയാം? ഇന്ന് നമ്മൾ പറയും പ്രധാനപ്പെട്ട മെഗാ മാരത്തോണിനകത്ത്. സോ എല്ലാ ആൾക്കാരും മെഗാ മാരത്തോണിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ വരണം. കൃത്യസമയത്ത് ഫ്രണ്ട്സിനെ കൂടി വരിക, അടിച്ചു പൊളിച്ച് ഉഷാറാക്കി നമ്മൾ ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പറയും. സ്വഭാവം.